അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് അള്ളാഹു കിട്ടിയ വിഭാഗത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നരകമോചിതരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, റമളാനിന്റെ അവസാനത്തെ പത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സ്വഹാബ വആഖിറുഹും ഇത്തഖും മിനന്നാർ. റമളാനിന്റെ അവസാനത്തെ 10 എന്നുള്ളത് അത് ഇത്തഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10 ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു 10ലാണ് നാം നിലകൊണ്ട് നിൽക്കുന്നത്. അതിൽ പുണ്യമേറിയ രാവുകളുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. ഈ രാവുകളിലെല്ലാം ഏതെങ്കിലും ഒരു രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റും. ചിലപ്പോൾ 21-ാം രാവിൽ ലൈലത്തുൽ ഖദർ വന്നേക്കാം, കിട്ടിയേക്കാം. 23-ാം രാവിലായിരിക്കാം, അല്ലെങ്കിൽ 25-ാം രാവിലായിരിക്കാം. ചില കൂടുതലും മഹാന്മാർ പറയുന്നത് 27-ാം രാവിലായിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് ചില മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഈ പുണ്യമേറിയ റമളാനിന്റെ അവസാനത്തെ 10ലെ ഈ രാവിൽ 10 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരുപാട് ദുആകൾ ചെയ്യുക, ഒരുപാട് ദുആകൾ ചൊല്ലുക. ഇപ്പോൾ ഓരോ 10നും ഓരോ ദുആകളുണ്ട്. നമ്മൾ ഫസ്റ്റ് ദുആ ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ റമളാനിന്റെ അവസാനത്തെ 10ൽ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികരിപ്പിച്ചൊരു ദുആ ആയിരുന്നു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അത് റമളാൻ 1 മുതൽക്ക് അവസാനം വരെയും നമ്മൾ എന്താകുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. അതിന്റെ പുറമെ ഓരോ 10ലും അള്ളാഹിന്റെ ഹബീബ് പഠിപ്പിച്ചൊരു ദുആ ഉണ്ട്. റമളാനിന്റെ അവസാനത്തെ 10ൽ നാം ചൊല്ലേണ്ട ഒരു ദുആ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദുആകൾ നിങ്ങൾ റമളാനിന്റെ അവസാനത്തെ 10ൽ അധികരിപ്പിക്കണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ അധികരിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. രണ്ടാമത്തേത്, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക. തഹജ്ജുദ് നിസ്കരിക്കുക, ദുആ നിസ്കരിക്കുക, വിത്ർ നിസ്കരിക്കുക. ഇങ്ങനെ സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്താക്കുക, അധികരിപ്പിക്കുക, പ്രത്യേകിച്ച് റമളാനിന്റെ അവസാനത്തെ 10ൽ. മൂന്നാമത്തേത്, വിശുദ്ധമായ ഖുർആൻ ഓതുക. സൂറത്തുൽ ഖുർആൻ എന്താവുക, ഖുർആനെ ഓതുക. ഖുർആന്റെ ഒരു വാർഷികം കൂടിയാണ് പരിശുദ്ധമായ റമളാൻ മാസം. അള്ളാഹു ഖുർആൻ ഓതാൻ തൗഫീഖ് നൽകട്ടെ. കുറെ ആൾക്കാർ ഖത്തമുൽ ഖുർആൻ ഓതി കഴിഞ്ഞവരുണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നാൽ റമളാനിന്റെ അവസാനത്തെ 10ൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്റെ സൂറത്ത്. അത് എത്രത്തോളം അധികരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എന്താക്കുക, അധികരിപ്പിക്കുക. അതിനൊരുപാട് പ്രാധാന്യമുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത്. നാലാമത്തേത്, സ്വതക്ക അധികരിപ്പിക്കുക. സ്വതക്ക അധികരിപ്പിക്കുക. ചിലവര് റമളാനിന്റെ 1-ാമത്തെ 10ഉം 2-ാമത്തെ 10ഒക്കെ സ്വതക്ക കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവസാനത്തെ 10 എത്തുമ്പോൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ള നിലക്കാകരുത്. സ്വതക്ക അധികരിപ്പിക്കുക.
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അസ്വദഖത്തു റദ്ദുൽ ബലായ, സ്വതക്ക എന്നുള്ളത് അത് ദാനധർമ്മം എന്നുള്ളത് വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു അത്രയും വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. 5 സ്വലാത്തുകൾ അധികരിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ ഇങ്ങനെ അധികരിപ്പിക്കുക. പിന്നെ സക്കാത്ത് എന്താവുക, കൊടുത്തു കൂട്ടുക. സക്കാത്ത് കൊടുത്തു കൂട്ടുക. 7 ദുആ അധികരിപ്പിക്കുക. ഇനിയിപ്പോ ഒരാൾക്ക് അറബിയിൽ ദുആ ചെയ്യാൻ അറിയില്ല, അവനക്ക് പ്രയാസമുണ്ട്, വിഷമമുണ്ട്, മക്കളില്ല, അല്ലെങ്കിൽ എന്നും പ്രതിസന്ധികളാ, എന്നും പ്രയാസങ്ങളാ, അള്ളാഹിനോട് 2 കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. മലയാളത്തിൽ ദുആ ചെയ്താൽ മതിയായി. അള്ളാഹ്ക്ക് എല്ലാ ഭാഷയും പടച്ചവനെ അറിയൂ, പടച്ചവന് എല്ലാ ഭാഷയും അറിയും. ഇനിയിപ്പോ ഒരാൾക്ക് അറബി അറിയില്ലെങ്കിൽ മലയാളത്തിൽ അയാൾ ദുആ ഇരുന്നാൽ മതി. അയാളെ പ്രയാസങ്ങൾ അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 8 സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുക. സുന്നത്തായ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ഇങ്ങനെ എന്താവുക, അധികരിപ്പിക്കുക. 9 രാത്രി ഹയാത്താക്കുക. രാത്രികൾ അള്ളാഹ്ക്ക് വേണ്ടി ഹയാത്താക്കുക. അള്ളാഹിന്റെ മാർഗത്തിന് വേണ്ടി തന്റെ യുവത്വം ചെലവഴിച്ചവർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 ഓരോ റമദാനിലെ അവസാനത്തിലെ ഓരോ രാവുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 രാവ്, 23 രാവ്, 25 രാവ്, 27 രാവ്, 29 രാവ്, ഈ രാവുകളിലൊക്കെ നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവുകളാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു തആല അത് വേണ്ടതുപോലെ ഫോളോ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.